ഇപ്പോൾ 14-ാം തീയതി മറ്റവർ പറയുന്നു തന്നെ എല്ലാവരും അനുകൂലമായി പറയുകയും അത് ആഗ്രഹിക്കുന്ന ആളുകൾ അതിന് വേണ്ട സൗകര്യങ്ങളും അതിന് വേണ്ട പ്രവർത്തനങ്ങളൊക്കെ നടത്തിയാൽ മാന്യമായ നിലക്ക് തിരിച്ചു വരാമല്ലോ. സംഘടനാപരമായൊക്കെ ചില ഭിന്നിപ്പുകളും മറ്റ് ചില ഭിന്നിപ്പുകളൊക്കെ കാരണം പുറത്തു പോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ പറഞ്ഞ് പരിഹരിച്ചു കൊണ്ടിട്ട് തിരിച്ചു വരാമല്ലോ. കേറാതെ പോകാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ചില ഉപാധികളൊക്കെ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പെടാതിരിക്കാം, അങ്ങനെ ആവാം. അതെ, വിട്ടുപോയ സുന്നികളൊക്കെ തിരിച്ചു വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ മാർഗ്ഗങ്ങളൊക്കെ എങ്ങനെ ആവണം എന്നുള്ളത് എല്ലാവരും കൂടിയല്ലേ ആലോചിക്കേണ്ടത്. അങ്ങോട്ട് പോയാൽ തിരിച്ചു വരാമെന്ന് തന്നെ ഒറ്റയടിക്ക് തിരിച്ചു വരുമല്ലോ, ചിലപ്പോൾ ഉണ്ടാവില്ലല്ലോ. ഈ നേരത്തെ സമസ്ത ഉൾപ്പെടെ സുന്നി പ്രസ്ഥാനത്തിലുണ്ടായിരുന്ന പിരിഞ്ഞുപോയ ആളുകളൊക്കെ തന്നെ തിരിച്ചു വരണമെന്നുള്ള ആഹ്വാനം അങ്ങ് നടത്തുന്നുണ്ട്. സുന്നി ഐക്യത്തിനുള്ള ഒരു പുതിയ ആഹ്വാനമായിട്ട് കൂടി അതിനെ വിലയിരുത്തുന്നുണ്ട്. നമുക്ക് പ്രതീക്ഷിക്കാമോ അതിനു വേണ്ടിയുള്ളൊരു? അതിപ്പോൾ നമ്മൾ മാത്രമല്ല, എല്ലാ കക്ഷികളും ഇപ്പോൾ 14-ാം തീയതി മറ്റവർ പറയുന്നു തന്നെ എല്ലാവരും അനുകൂലമായി പറയുകയും അത് ആഗ്രഹിക്കുന്ന ആളുകൾ അതിന് വേണ്ട സൗകര്യങ്ങളും അതിന് വേണ്ട പ്രവർത്തനങ്ങളൊക്കെ നടത്തിയാൽ മാന്യമായ നിലക്ക് തിരിച്ചു വരാമല്ലോ. പോയവർക്കൊക്കെ അതിന് അവർക്ക് തിരിച്ചു വരാൻ പറ്റണ ഒരു മാന്യമായ ഒരു അവസ്ഥ ഉണ്ടാക്കൂടി വേണം. അത് സ്വാഭാവികം, അങ്ങനല്ലേ. അവർ നമ്മൾ തള്ളി പറയാനൊന്നും പറ്റില്ലല്ലോ. അവർ ഒരു സംഘടനയായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കല്ലേ. നമ്മൾക്ക് വേണ്ടപ്പെട്ടവരും നമ്മളുടെ ആശയമുള്ളവരൊക്കെ ആയിരുന്നല്ലോ അവർ. അങ്ങനെ അവർ സംഘടനാപരമായൊക്കെ ചില ഭിന്നിപ്പുകളും മറ്റ് ചില ഭിന്നിപ്പുകളൊക്കെ കാരണം പുറത്തു പോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ പറഞ്ഞ് പരിഹരിച്ചു കൊണ്ടിട്ട് തിരിച്ചു വരാമല്ലോ. ഇപ്പോൾ നേരത്തെയും സുന്നി ഐക്യവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. പിന്നീട് എന്താണിത് നടക്കാതെ പോകാനുള്ളൊരു കാരണം? അത് നടക്കാതെ പോകാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ചില ഉപാധികളൊക്കെ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പെടാതിരിക്കാം, അങ്ങനെ ആവാം. അതെ, ഞങ്ങൾ സമസ്തയുടെ മുശാവറ അതിനെ അംഗീകരിച്ചു, അങ്ങനെ ചെയ്തോളൂ എന്ന് പറഞ്ഞ് കുറച്ച് ആളുകളെ അതിന് വേണ്ടി ഏൽപ്പിച്ചു. പിന്നെ അതിൻ്റെ ഇടയിൽ എന്തോ നിലക്കുള്ള ഒരു സ്തംഭനം അല്ലെങ്കിൽ അതിനൊരു വഴിമുട്ടി നിൽക്കുക എന്നൊക്കെ പറയുമല്ലോ. അങ്ങനെ ഒരു വഴി തടസ്സമൊക്കെ ഉണ്ടായി. പിന്നെ അതിനെപ്പറ്റി നമ്മൾ ആലോചിച്ചിട്ടില്ല. ഇത്തവണ സമസ്തയുടെ മുശാവറ നേരത്തെ അങ്ങ് പറഞ്ഞതുപോലെയുള്ളൊരു തീരുമാനമെടുത്തിട്ടുണ്ടോ ഐക്യത്തിന് വേണ്ടിയുള്ള? പിന്നെ വിട്ടുപോയ സുന്നികളൊക്കെ തിരിച്ചു വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ മാർഗ്ഗങ്ങളൊക്കെ എങ്ങനെ ആവണം എന്നുള്ളത് എല്ലാവരും കൂടിയല്ലേ ആലോചിക്കേണ്ടത്. അങ്ങോട്ട് പോയാൽ തിരിച്ചു വരാമെന്ന് തന്നെ ഒറ്റയടിക്ക് തിരിച്ചു വരുമല്ലോ, ചിലപ്പോൾ ഉണ്ടാവില്ലല്ലോ. അബൂബക്കർ മുസ്ലിയാർ വളരെ പോസിറ്റീവാണ് ഈ വിഷയത്തിൽ നേരത്തേക്ക് തന്നെ പ്രതികരിച്ചിരുന്നത്. താങ്കൾ പറഞ്ഞ പോലെ 14-ാം തീയതി അവരുടെ നിലപാട് പറയുന്നത് പോസിറ്റീവായിട്ട് തന്നെ പറയട്ടെ, സന്തോഷമല്ലേ ഉള്ളൂ. അവരങ്ങനെ നല്ല നിലക്ക് പ്രതികരണം അവരിൽ നിന്നുണ്ടാവാമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. അവരെ മകനും നല്ല നിലക്ക് പ്രതികരിച്ചല്ലോ. ഇപ്പോൾ CAC വിഷയത്തിൽ ഉൾപ്പെടെ സമസ്തയുടെ ആദർശത്തിന് വിരുദ്ധമായി പ്രവർത്തിച്ച് സമസ്ത മാറ്റി നിർത്തിയ ആളുകളുണ്ട്. അവർക്കുൾപ്പെടെ തിരിച്ചു വരാനുള്ളൊരു? അവർക്കും വരാമല്ലോ. അവർക്കും അതിൻ്റെ വിഷയങ്ങളൊക്കെ എന്തിലൊക്കെയാണ് നമ്മൾ എതിർപ്പ് പറഞ്ഞുള്ളത്, ആ എതിർപ്പുകളൊക്കെ അത് തിരുത്തി ആർക്കും തിരിച്ചു വരാം. ആരെയും നമ്മൾ സ്വീകരിക്കുമല്ലോ.